ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ 24.6% വർദ്ധിച്ചപ്പോൾ ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം പ്രത്യുൽപാദന നിരക്കല്ല, മറിച്ച് അതിർത്തി കടന്നുള്ള നുഴഞ്ഞു കയറ്റമാണെന്ന് അദ്ദേഹം PTIയെ ഉദ്ധരിച്ച് വ്യക്തമാക്കി. മതത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടതെന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇരുവശങ്ങളിലായി രൂപീകരിച്ചത് നുഴഞ്ഞു കയറ്റത്തിന് വഴിയൊരുക്കിയെന്നും അമിത്ഷാ ആരോപിച്ചു. ഇത് രാജ്യത്തെ ജനസംഖ്യാ ഘടനയിലെ കാലക്രമേണ വലിയ മാറ്റങ്ങൾ വരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതീവ ശ്രദ്ധയോടെ നുഴഞ്ഞുകയറ്റക്കാരനെയും അഭയാർത്ഥിയും തമ്മിൽ വേർതിരിച്ച് കാണണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കുറഞ്ഞ ഹിന്ദു ജനസംഖ്യയിൽ പലരും മതപരമായ പീഡനം കാരണം ഇന്ത്യയിൽ അഭയം തേടിയവരാണ്. അവരെ അഭയാർത്ഥികളായി കാണണം. എന്നാൽ ഇന്ത്യയിൽ വർദ്ധിച്ച മുസ്ലിം ജനസംഖ്യ പ്രത്യുൽപാദന നിരക്ക് കൊണ്ടല്ല, മറിച്ച് നിരവധി മുസ്ലിങ്ങൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയത് കൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ അന്തസത്തതയെ മലിനമാക്കുന്നതായും വോട്ടവകാശം രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർക്ക് മാത്രം ലഭിക്കണമെന്നും അമിത്ഷാ ആവർത്തിച്ചു. നുഴഞ്ഞുകയറ്റം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയും രാഷ്ട്രീയപരമായ വിഷയങ്ങളായി കാണാതെ ദേശീയ വിഷയങ്ങളായി പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ കോൺഗ്രസ് നിഷേധ മനോഭാവത്തിലാണ് എന്നും അവരുടെ വോട്ട് ബാങ്കുകൾ കുറയുന്നത് കൊണ്ടാണ് ഈ പ്രക്രിയയെ എതിർക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടന്നിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ഭാവിയിൽ രക്ഷപ്പെടാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലെ പരിപാടിയിൽ സംസാരിക്കവേ അതിർത്തി കടന്നെത്തിയ പീഡിതരായ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ മണ്ണിൽ തുല്യ അവകാശങ്ങൾ ഉണ്ടെന്നും ഷാ വ്യക്തമാക്കി. 1951 മുതൽ 2011 വരെയുള്ള കണക്കുകൾ ഉദ്ധരിച്ച ഈ ജനസംഖ്യാ അസന്തുലിതാവസ്ഥ ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമം വർഗീയ രാഷ്ട്രീയമല്ല, മറിച്ച് ധാർമ്മികമായ ഒരു തിരുത്തലാണെന്നും ഷാ കൂട്ടിച്ചേർത്തു. കണ്ടെത്തുക, നീക്കം ചെയ്യുക, പുറത്താക്കുക എന്ന ശക്തമായ സന്ദേശമാണ് അമിത്ഷാ ഈ വിഷയത്തിൽ നൽകുന്നത്. അതേസമയം രാജ്യത്തിന്റെ നയതന്ത്ര തലത്തിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കാബൂളിലെ താലിബാൻ വിദേശകാര്യമന്ത്രി മുത്താഖിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീവ്രവാദ വിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. പഹൽഗാം ഭീകരാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാൻ നൽകിയ പിന്തുണയെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പ്രശംസിച്ചു. അതിർത്തി കടന്നുള്ള തീവ്രവാദം ഒരു പൊതുവായ ഭീഷണിയാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കോ ഉപയോഗിക്കില്ലെന്ന് മുത്താഖി ഉറപ്പ് നൽകി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാപരമായ സുപ്രധാനമായ ഒരു ഉറപ്പാണ്. പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കൽ, ഉഭയകക്ഷി വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകൽ, മാനുഷിക സഹായം, വ്യാപാരം, വിദ്യാഭ്യാസം, കാബൂളിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളും ഈ ചർച്ചയിൽ പ്രധാനമായി വന്നു. മാനുഷിക സഹായത്തിന്റെ ഭാഗമായി ആംബുലൻസുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വാക്സിനുകൾ എന്നിവ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൈമാറുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ച താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ തുടർന്ന നയതന്ത്ര ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. അമിത്ഷായുടെ ജനസംഖ്യാപരമായ പ്രസ്താവനകൾ ഒരു വശത്ത് രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് വിദേശകാര്യമന്ത്രിയുടെ കൂടിക്കാഴ്ച രാജ്യത്തിന്റെ സുരക്ഷാ നയതന്ത്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായി. ഈ രണ്ട് വിഷയങ്ങളും ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.